ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങളുടെ ഫ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 വർഷത്തോളമായി ഞങ്ങൾ ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട്. ഇത് സാംസങ്ങിൻ്റെ 580 ലിറ്റേഴ്സിൻ്റെ ഫ്രഞ്ച് സൈഡ് ബൈ സൈഡ് ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. ഇതിൽ താഴെ ഫ്രീസറും മുകളിൽ ഫ്രിഡ്ജും, മുകളിലാണ് സൈഡ് ബൈ സൈഡ് ഓപ്പൺ ചെയ്യുന്ന ഡോറും ഉള്ളത്. ഞങ്ങൾ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടായിരുന്നു പോയത്. തിരിച്ചു വന്ന് ഫ്രിഡ്ജ് ഓൺ ആക്കിയപ്പോൾ നമുക്ക് ഈ C81 എന്നുള്ള കോഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ C81 എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിയപ്പം കംപ്രസറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇൻവെർട്ടർ ബോർഡിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നൊക്കെ കണ്ടു. ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിയത് ക്രോമേന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രോമയിലും വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു, അതുപോലെ സാംസങ്ങിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് സാംസങ്ങിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി. ആ നമ്പർ കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ക്രോമയിലും വിളിച്ചിട്ട് ആ നമ്പർ കൊടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിയ ടൈമിൽ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വാറൻറ്റി പീരീഡിലാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ക്രോമയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സാംസങ്ങുകാർ വരുമ്പോൾ അവർക്ക് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ ക്രോമക്കാർ നമുക്ക് ആ കാശ് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സാംസങ്ങിൽ നിന്ന് ആൾ വന്നു. ആദ്യമേ നമ്മുടെ കംപ്രസർ മാറ്റി നോക്കി, പക്ഷേ കംപ്രസർ സ്റ്റാർട്ടായില്ല. അപ്പോൾ കംപ്രസറിൻ്റെ ഇഷ്യൂ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ ബോർഡ് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിൻ്റെ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രിഡ്ജിനകത്തുള്ള ഈ ബാക്കിൽ ഈ ബോർഡ് അഴിച്ചു മാറ്റിയിട്ട് അവരുടെ കയ്യിൽ കൊണ്ടുവന്ന ബോർഡ് വെച്ച് നോക്കി. വോൾട്ടേജ് വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇതുപോലെ സംഭവിക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിയ സമയത്ത് അവരെന്തോ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബോർഡ് മാറ്റി അവർ കൊണ്ടുവന്ന ബോർഡ് വെച്ചു. അത് വയറെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് എന്തായാലും റെഡിയായി. ആകെ ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു ചൂട് സമയത്ത് ഫ്രിഡ്ജ് ഇല്ലാതെ നമുക്ക് പറ്റത്തേ ഇല്ലല്ലോ. എന്ത് പുറത്ത് വെച്ചാലും അതെല്ലാം നശിച്ചു പോകുമല്ലോ. ഫ്രിഡ്ജ് എങ്ങനെയെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് റെഡി ആവണേന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഒരാഴ്ചയോളം എടുത്തു ഇത് ശരിയാക്കാനായിട്ട്. അപ്പോൾ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ ഒരാൾ വന്നു എന്താണ് ഇഷ്യൂ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കോഡൊക്കെ നോക്കി ഇൻവോയ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇനി പാർട്സ് ഓർഡർ ചെയ്തിട്ട് അത് വന്നു കഴിഞ്ഞാൽ ശരിയാക്കാൻ ആൾ വരത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 4-5 ദിവസം എടുത്തു. 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കംപ്രസറും അതുപോലെ ഈ ഇൻവെർട്ടർ ബോർഡും എല്ലാം കൊണ്ട് ആൾ വന്നത്. ആദ്യം പുതിയ കംപ്രസർ വെച്ച് നോക്കി, എന്നിട്ട് ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടും ഫ്രിഡ്ജ് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല, ആ എറർ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻവെർട്ടറിന്റെ ബോർഡ് മാറ്റി നോക്കിയത്. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓൺ ആക്കിയപ്പോഴത്തേക്കിനും ഫ്രിഡ്ജ് റെഡി ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജ് ഓൺ ആയെന്ന് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. ഈ ചൂട് സമയമായിട്ട് നമുക്ക് വെള്ളം പോലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണിക്കാർക്ക് കൊടുക്കാനാണെങ്കിലും എല്ലാം നമുക്ക് തണുത്ത വെള്ളമൊക്കെ വേണമല്ലോ. അതുപോലെ സാധനങ്ങൾ നശിച്ചു പോകുന്നു. അപ്പം നമ്മൾ അന്നേരം ഉള്ളത് വെച്ചല്ലേ പറ്റൂ, നമുക്കൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഒരു ഫ്രിഡ്ജിന്റെ വില അന്നേരം നന്നായിട്ട് മനസ്സിലായി. ഈ ഇൻവെർട്ടറിന്റെ ബോർഡ് മാറ്റി കഴിഞ്ഞപ്പം പഴയ കംപ്രസർ വെച്ചിട്ട് നോക്കിയപ്പം പഴയ കംപ്രസർ വർക്കിംഗ് ആയിരുന്നു. അപ്പം കംപ്രസർ മാറ്റേണ്ടി വന്നില്ല, ഈ ബോർഡ് മാത്രം മാറ്റേണ്ടി വന്നുള്ളൂ. 3800 രൂപയാണ് ആയത്. അപ്പം നമ്മൾ ഇതിപ്പം സാംസങ്ങിന്റെ ആൾക്കാർക്ക് നമ്മളിത് ഡയറക്റ്റ് പൈസ പേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ബില്ലും കൊണ്ട് നമ്മൾ ക്രോമയിൽ പോകണം. അപ്പോൾ അവർ ബില്ല് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ ഇട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ അത് കൊടുക്കണം. എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായെന്ന് പറയാം. ഈ ഫ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇത് വാങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.